ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഞങ്ങൾ വാഗമണ്ണ് പിടിച്ചു. വാഗമണ്ണ് ഒരു DOയും ഒരു എൻഡോർക്കും, അല്ല 2 DOയും ഒരു എൻഡോർക്കും പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റും. വാഗമണ്ണ് കൃത്യം ആ പുലിയൊക്കെ നിൽക്കുന്ന സ്ഥലം എത്താറായപ്പം കണ്ട DO ഒരു വെള്ള DOയുടെ ഇത് പൊട്ടി, ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഗമണ്ണ് പിന്നെ വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ മെക്കാനിക്കിന് ഞങ്ങൾ അവിടുന്ന് പിന്നെ 6 കിലോമീറ്റർ തീക്കോയും 5 കിലോമീറ്റർ വാഗമണ്ണ് എളുപ്പമെന്ന് വെച്ച് നേരെ വാഗമണ്ണ് പിടിച്ച് അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പിലാണ് സാധനമില്ല. അവിടുന്ന് 15 കിലോമീറ്റർ പോയി ബെൽറ്റ് മേടിക്കണം. ഏലപ്പാറയിൽ പോയി. പിന്നെ ഏലപ്പാറയിൽ പോയി ബെൽറ്റൊക്കെ മേടിച്ച് ബെൽറ്റ് കൊണ്ടുവന്ന് ഏലപ്പാറയിൽ പോയി ബെൽറ്റൊക്കെ കൊണ്ടുവന്ന് പുള്ളിയെ വിളിച്ച പുള്ളി ഉണ്ണാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്നാ ചെയ്യാൻ, പുള്ളി ഉണ്ടിട്ട് വരട്ടെന്ന് വെച്ചാൽ അവിടെ 1 മണിക്കൂർ നിന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ വാഗമണ്ണ് വന്ന് ഞങ്ങൾ തിരിച്ച് മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ 3 മണി. പിന്നെ പുള്ളി എല്ലാം ചെയ്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളി ബെൽറ്റ് മാറുന്ന സമയം. പിന്നെ കൂടെയുള്ളവന് പനി, അവനെ തിരിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ വെച്ച് ഇരുന്ന് അവന് പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വേറെ ഒരാൾ വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ ചാർജ് ഷൂട്ട് ചെയ്ത സ്പോട്ട് വാഗമണ്ണ് കുട്ടിക്കാൻ ഏലപ്പാറ. ലാസ്റ്റ് സമയം എല്ലാം കഴിഞ്ഞപ്പോൾ 4 മണി. പിന്നെ പോകേണ്ടടുത്തെല്ലാം പോയി, കുറച്ച് ഇരുട്ടൊക്കെ ആയി. പിന്നെ അവിടെ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് എന്നെ പോകാമെന്ന് വെച്ച്. പുള്ളിയാണ് കുറച്ച് പിന്നെ ആകെ ഒരു വർഷമപ്പോൾ ഇതേ ഉള്ളൂ വാഗമണ്ണി. ഇതെല്ലാം പരിപാടിയൊക്കെ തീർത്ത് ബെൽറ്റൊക്കെ മാറിയിട്ട് ഭാഗ്യം. അതിൽ കണ്ടുവല്ലോണ്ടോ കൊടുക്കാൻ? 600 രൂപ നിന്റെ തന്നാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം. 600 ആയിട്ട് എൻ്റെ തന്നാൽ മതി. അല്ല ചുമ്മാ പറയാ 300 200 കൊടുത്താൽ മതി. എടപ്പാറ വരെ ഞങ്ങൾ 2 വണ്ടിയെ പോയല്ലേ. അല്ല ഇവന്റെ ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയി കേട്ടോ ഏലപ്പാറ വരെ. സ്കൂട്ടറെ പോയാൽ മതി. ഇത് പോകാം. ഓക്കെ ആയോ? ഞാനിപ്പോ പോകേണ്ട മതി. എന്തിന് അങ്ങനെ ഇവനെ പ്രസവം എടുക്കാൻ ചെല്ലുന്നത് മിനിമം ഒരു 6 മണി കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയാലേ ഉള്ളൂ പോക്ക് നടക്കുന്നത്. ഇച്ചിരി വൈകിട്ടായി കഴിഞ്ഞ് നീ നോക്കി ഇവിടെ വലിയ ലൈറ്റ് ഉണ്ടോ നോക്കി. ഇവിടെ 6 മണിക്ക് നമ്മൾ ഇവിടെ ചെല്ലും. നമ്മളിവിടെ മറ്റേ ചാർലി ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ചെല്ലും. എന്നാലും അതിന്റെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, ആ വഴി ഇറങ്ങി പോവാ. കോടയ്ക്കകത്താ പോകണ്ട. എന്റെ ഹെഡ്ലൈറ്റ് ഞാനും കഴിഞ്ഞോട്ടെ ഹെഡ്ലൈറ്റ് ഉണ്ടോ? നീ നടുക്ക് പോയാൽ മതി. നിനക്ക് വേണം ഒരു തുണി കൂടെ പൊതിഞ്ഞിട്ട് ഫോണിലേക്ക് പൊതിഞ്ഞ് ഹെൽമെറ്റ് മൊത്തം ബ്ലോഗ് ചെയ്താവുള്ള നിന്റെ ഫോട്ടോ ഇതിന്റെ അടിപൊളി പ്രായമുണ്ട് പക്കത്തോട്ട്. സിനിമ എടുക്കുന്ന ഞാൻ വ്ലോഗ് ചെയ്യാം. വ്ലോഗ് നാളെ 2 സ്പാനറൊക്കെ ആയിട്ട് വരും. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാല്ലോ. ഇട്ടിട്ട് വന്നു കഴിയുമ്പോൾ വെച്ചോ ഇത് എവിടെ ഇടും? ഇനി പെട്രോൾ ഉള്ള ഒരാൾ കൊണ്ടിറങ്ങിക്കണം കേട്ടോ. ത്രിബിളല്ല ഒരാൾക്കട്ടെ നമ്മളിവിടെ കാണും. മണ്ടത്തര അവിടെ എല്ലാം
പോസ്റ്റ് ഒരാൾ നിൽക്കുന്നത്. നിന്റെ വണ്ടി അയക്കും. നിന്റെ വണ്ടി പെട്ടെന്ന് വേണ്ട പറഞ്ഞു. അരിയിലോട്ടൊക്കെ പോകുന്നു വണ്ടി. അത് ഞാൻ ഇരിക്കുമല്ലേ കൊണ്ടുപോകുന്നത്. ഞാൻ ജീവൻ പണയം വെച്ചാൽ അതിന്റെ പുറകെ നിന്റെ വണ്ടിക്ക് ഓക്കെ അല്ലേ? ബെൽറ്റൊക്കെ ഉണ്ടല്ലോ. അതിന് ബെൽറ്റ് ഇല്ലടാ. എനിക്കറിയാം പുറകെ. പൊക്കോ 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 പൊക്കോ. എന്നോട് പറയരുത് നേരെ എടുക്കാൻ. അതിനിടയ്ക്ക് ഓരോ വളമെടുക്കുന്ന കാണാറുണ്ടല്ലോടാ. കമ്പി ഇതാണ്ടല്ലോ സീറ്റിന്റെ ഇടയ്ക്ക് കൈ വെച്ചല്ലേ ക്യാമറ എടാ ആ കമ്പി ഞാൻ കമ്പിയുടെ എനിക്ക് പിടിച്ചേക്കണോ. വണ്ടി 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 എടാ നമുക്കറിയാൻ വണ്ടി അതല്ല ചവിട്ടിക്കോളൂ. വീട്ടിൽ പോയണം. അവനെ വിളിച്ച് ചേട്ടനെ കൊണ്ടാ അവനോട് എന്നെ ഈ ചേട്ടനായിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. ഈ ചേട്ടനെ കൊണ്ട് ഇറക്കാൻ പറ. ആരെങ്കിലും ട്രിപ്പ് പോകാൻ പറ്റത്തില്ല. പോലീസ് അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആ പോലീസ് ഉണ്ടായിരുന്നു. അവിടം വരെ അല്ലേ? ഇവിടം വരെ അത് നിൽക്കും. പുതിയ ബെൽറ്റ് ഇനി അയാണത്. ആ അത് നമുക്ക് അടുത്ത ഓട്ടോ പിടിക്കാം. കേട്ടേക്കണം. എത്രയായിരുന്നു നീ? ടവറിൽ റേഞ്ചില്ല. ഞാൻ 350 എണ്ണിക്കേ 390. ഇനി 110 രൂപയും കൂടെ ചെയ്യട്ടെ. ചേട്ടാ 110 ഗൂഗിൾ പേ ചെയ്യാവേ. ഗൂഗിൾ പേ പുള്ളി നമ്പർ ഇടണോ? അവന്മാരാണെങ്കിൽ വിളിച്ചോ. അങ്ങനെ വാഗമണ്ണിൽ നിന്ന് ഞങ്ങളെല്ലാം പോയി. ചാർലി ഷൂട്ട് ചെയ്ത മറ്റേ വട്ടവട എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ല, കുളമൊക്കെ. അങ്ങനെ ആ കുളത്തിലോട്ട് പോകാമെന്ന് വെച്ച് 5 മണിക്ക് മുമ്പ് അവിടെ ചെല്ലാന്ന് വെച്ച് ഞങ്ങൾ വേഗം വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി. അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെയാണ് അടിപൊളി സ്ഥലം. അധികം വൈകിട്ടായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഫുള്ള് കിട്ടണം എൻ്റെ മരത്തേലും പ്രേതാന്ന് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ചാർലി ഷൂട്ട് ചെയ്തത് വളഞ്ഞങ്ങാനെന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട്. രാത്രി 8:30 ആയിട്ട് അവിടെ വന്ന് വീടുകളിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ ആ ബെൽറ്റ് പൊട്ടി വണ്ടി പിന്നെ എന്നിട്ട് പെട്രോൾ തീർന്ന്. ബാക്കി ഇറക്കായതുകൊണ്ടൊരു 4-5 കിലോമീറ്റർ തന്നെ ഇറങ്ങി അങ്ങ് വന്ന്. പിന്നെ മുണ്ടക്കയത്ത് വരണം പെട്രോൾ കിട്ടണമെങ്കിൽ. പിന്നെ ആയിരത്തിന് 1 കിലോമീറ്റർ അടുത്ത് പമ്പുണ്ടായിരുന്നു. മുണ്ടക്കയത്ത് വരെ എത്തി വണ്ടി എങ്ങനെയെങ്കിലും. പിന്നെ അവിടുന്ന് പിന്നെ പെട്രോളിനും മേടിച്ച് ചോദിച്ച് നേരെ സമയം തന്നെ ഇപ്പം തന്നെ ഒരു 10:30 ആയി. നേരെ എല്ലാവർക്കും വീട്ടിൽ ചെല്ലണം. അടുത്ത ദിവസം കോളേജിലൊക്കെ പോകേണ്ട എല്ലാവർക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരെ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞ് നേരെ ഒറ്റ പിടിയിലായിരുന്നു.